ഹലോ, അപ്പോൾ പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട്. ഇതാണ് കേട്ടോ പുതിയത്. എൻ്റെ പൊന്നൂസിന് മീനെ പറഞ്ഞിട്ട് കുറേ പറച്ചിലാണ് കേട്ടോ. അങ്ങനെ മീൻ അങ്ങ് വാങ്ങി ഇക്ക കൊണ്ടുവന്നു കേട്ടോ. ഈ കാണുന്ന മാതിരി തന്നെ കൊണ്ടുവന്ന് അങ്ങനെ കുപ്പിയിലോട്ട് അങ്ങിട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ പൊന്നെ, ആ ഒരു സന്തോഷം എൻ്റെ പൊന്നൂസിന് എന്തോരം സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് ആ സന്തോഷം അങ്ങ് സങ്കടമായിട്ടോ. എന്തെന്ന് ശേഷം ഒരു ഉറക്കം രാത്രി ഞങ്ങൾ അങ്ങനെ ഉറങ്ങി നേരം എണീറ്റപ്പോൾ നേരെ നോക്കണ കുപ്പിയിലോട്ടാണ് കേട്ടോ. ഞാനാണ് ഫസ്റ്റ് എണീറ്റ്. ഞാൻ കുപ്പിയിലോട്ട് അങ്ങ് നോക്കിയപ്പോൾ ഒറ്റ മീനില്ല പൊന്നെ, ഒക്കെ ചത്ത് പുറത്തേക്ക് അങ്ങനെ തെറിച്ച് പോയിക്കണ്. എന്തുവാണ് ശ്വാസം കിട്ടായിട്ട് പുറത്ത് ചാടിപ്പോയതാണോ ഒന്നും അറിയില്ല കേട്ടോ. ഒക്കെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചത്തു എൻ്റെ പൊന്നെ. അതാണ് പറയുന്നത്, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരേ ടൈമിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ആരെ മനസ്സും ഞാൻ പല ലൈവിലും കണ്ടിരിക്കണു. അധിക ലൈവിലൊന്നുമില്ല, ഇന്നലത്തെ ലൈവിൽ ഭയങ്കര തെറിയായിരുന്നു. മറ്റുള്ളവർ ലൈവിൽ വന്നിട്ട് ആ ഈ തെറി പറഞ്ഞാൽ നാളെ മേലാക്ക് നിങ്ങൾക്ക് പഠിച്ചോൻ എന്തായാലും അതിനുള്ളൊരു ഉത്തരം തന്നിരിക്കും. അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ അനുഭവിച്ച് പോവൂ. ഒരാളെ വേദനിപ്പിച്ച് അതിനുള്ള ഉത്തരം റബ്ബ് തരും. അതേമാതിരി എന്തും ചെയ്യാന്നുള്ള വിചാരം വേണ്ട. അതൊക്കെ എല്ലാം കാണണം. പഠിച്ചോനുണ്ട് കേട്ടോ. പഠിച്ചോനെ പേടിയുള്ളവർ അതൊരിക്കലും ചെയ്യരുത് പ്ലീസ്. ഹലോ, അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഈവനിങ്ങിൽ ഇപ്പോൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ചെറിയ സാധനങ്ങൾ ഹോൾസെയിൽ കടയിൽ പോയി പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഈവനിങ്ങിലാണ് കേട്ടോ പുറത്തിറങ്ങാറ്. പിന്നെ ഉമ്മാക്ക് പനിയുണ്ട്, മോനക്ക് സുഖമില്ല. അപ്പം പുറത്തെവിടെയും അങ്ങ് പോയിട്ടില്ല. അപ്പം ഇന്ന് കുറച്ച് പുറത്തിറങ്ങാലോ പറഞ്ഞിട്ട് ഇക്ക ജോലിക്ക് പോയിക്കാണ്. അപ്പം ഞാനും ഉമ്മയും മോനും അങ്ങനെ ഇറങ്ങി. അങ്ങനെ പോണ വഴിയിൽ തന്നെ കേട്ടോ നല്ല കറാമത്തുള്ളൊരു പള്ളിയുണ്ട്. അവിടെ കയറി പഠിച്ചവനോട് അങ്ങ് അമ്പിയലേക്കന്മാരോട് തൊയർന്നാലും പഠിച്ചവനോട് തൊയർന്നാലും അവരിലേക്ക് എത്തിപ്പെടുന്നല്ലേ. അപ്പോൾ ഈ ഒരു പള്ളിയിൽ പോയി എന്ത് വിഷമം വന്നാലും ഓടി വന്ന് ഞാനിവിടെ തൊയർക്കും കേട്ടോ. തൊയർന്നാൽ എനിക്ക് നല്ല കറാമത്താണ് കേട്ടോ. ഇത് നടു റോഡിലാണ് കേട്ടോ ഈ ഒരു പള്ളി. ഭയങ്കര കറാമത്താണ്. ഇതിൻ്റെ പേര് നബി സോലിയ പാപ്പ എന്നാണ് കേട്ടോ. ഇത് നല്ല കറാമത്ത്. നമ്മൾ എന്ത് വിചാരിച്ച് നേർന്ന് വെച്ചോ അതങ്ങ് ഫലിക്കും കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നെ യൂട്യൂബിനെ കുറിച്ചും പറഞ്ഞിട്ടോ. ഒന്ന് മോനെ ആവട്ടെ എൻ്റെ പൊന്നേന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മോനെ എടുത്ത് എൻ്റെ പൊന്നേ ഞാനൊരു വാടായിട്ടോ. ഇക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇക്ക ഉണ്ടെങ്കിൽ മോനെ അങ്ങ് എടുത്ത് നടക്കും. ഞാനിത് എനിക്ക് സ്വയം നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മോനെ എടുത്ത് അങ്ങ് നടന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. രാത്രിയായി അങ്ങനെ കടയിലെത്തി, ഹോൾസെയിൽ കടയിലെത്തി, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. രാത്രിയിൽ ഇവിടെ ഭയങ്കര ബിസി ഏരിയ, പകലേ ബിസി ഏരിയയാണ്, ഇതിന് പേരെ ബിസി ഏരിയയാണ് കേട്ടോ. ഗണപതിയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോകുമ്പോൾ മോനിക്ക് ഐസ് ഇതൊന്നും മേടിക്കാൻ പാടില്ല പറഞ്ഞിട്ട് നൂഡിൽസ് വാങ്ങിച്ചു. അവന് നൂഡിൽസ് വേണം പറഞ്ഞാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ചു. ഞങ്ങൾ കാളാന് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഷെയർ ഓട്ടിൽ കയറി ഞങ്ങൾ ബേക്ക്. രാത്രിയിൽ ഇത്രയും ബിസി ഏരിയയിൽ കൊണ്ടുവന്ന ഒരു ഭാഗത്ത് കൂടി വന്നാൽ ഒരു ഭാഗത്ത് കൂടി പോകാൻ പറ്റൂല. അപ്പോൾ അത് കാരണം ബേക്ക് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യലേക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.